അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ അസ്രമാനുമാണ്. ഞങ്ങൾ ഇന്നുള്ളത് വയനാട് മേപ്പാടി പഞ്ചായത്തിൽ 2ാം വാർഡിലുള്ളത്. ഇവിടെ അൽഹംദുലില്ലാ വീട് വർക്കുകളൊക്കെ സജീവമായി നടക്കുകയാണ്. ഇപ്പോൾ വയറിങ്ങിന്റെ വർക്ക് നടക്കുകയാണ്. 28 വീടുണ്ട് ഈ ഒരു ഏരിയയിൽ. തൊട്ടപ്പുറത്ത് 15 വീടുണ്ട്. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി മാസം നമുക്ക് ഇവർക്ക് താക്കോല് കൊടുക്കാൻ സാധിക്കും. സജീവമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുടുംബങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. അവരെ ബന്ധുവീട്ടിലൊക്കെ നിന്ന് ഇരു കൂട്ടരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം എല്ലാം ഉണ്ടായിരുന്ന അവർ രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായതാ. ഇപ്പം എങ്ങനെയെങ്കിലും അവനക്ക് ചെറിയൊരു കൂരായാലും മതി, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് സമാധാനമായിട്ട് കിടന്നുറങ്ങും. കാരണം ജോലിയില്ല, സാമ്പത്തികമില്ല, വല്ലാത്തൊരവസ്ഥയിലാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സർക്കാരും ഒക്കെ പെട്ടെന്ന് വീട് പണി തുടങ്ങട്ടെ, അവർക്ക് സംരക്ഷണം കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ അതിലൊക്കെ അപ്പുറം സന്തോഷം, ഇന്ന് നമ്മുടെ സേവ് മണ്ണാർക്കാട് എന്ന സംഘടന ഇവിടെ വന്നിട്ടുണ്ട്. അതിലെ ഭാരവാഹികളാണ് ഇവര്. ഏറ്റവും സന്തോഷം ഇവർ പറഞ്ഞ വാക്കുണ്ട്, മാനുക്ക 2 മാസത്തിനെങ്കിലുള്ള ഭക്ഷണ കിറ്റ് ഇവരെ വീട് താമസ ദിവസം ഞങ്ങൾ സേവ് മണ്ണാർക്കാടിന്റെ വക നൽകുന്നതാണെന്ന് പറഞ്ഞിട്ട് ആ സന്തോഷം അറിയിക്കാമെന്ന്. കാരണം ജോലിയും കാര്യമില്ലാത്ത നമ്മുടെ ചുരൽമല മുണ്ടക്കയം ദുരന്തപ്പെട്ട കുടുംബങ്ങൾ, അവർക്ക് 2 മാസത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പുണ്യ, ഒരു സംശയമില്ല. ഇവര് നേരത്തെ നമ്മുടെ കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ സമീപിച്ചിരുന്നു, മാനുക്ക ഭക്ഷണ കിറ്റ് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് പ്രവാസ ലോകത്തൊക്കെ വിളിച്ച് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സേവ് മണ്ണാർക്കാടിലെ നൗഷാനി ടീമിനെ വിളിച്ചു. അവർ ആ ഭക്ഷണ കിറ്റ് ആ സ്പോട്ടിൽ ആ കുടുംബങ്ങൾക്കൊക്കെ എത്തിച്ചു കൊടുത്ത ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന നല്ല മനുഷ്യസ്നേഹികളായ സംഘടനയാണ്. ഇതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, റിട്ടയർഡായ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ കൊളത്തൂർ സ്റ്റേഷനിലുണ്ടായിരുന്ന SI സാറാണ്. സാറിന്റെ പേരെന്താ? റഹ്മാൻ സാർ. നമ്മൾ കൊളത്തൂർ സ്റ്റേഷനിലുണ്ടായിരുന്ന SI സാറാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പോ റിട്ടയർഡ് ആയപ്പോ മനുഷ്യരെ സഹായിക്കാനുള്ള ആ ഓട്ടത്തിലാണ്. ആ ലഹരി ആസ്വദിക്കുകയാണ്. അതൊരു വല്ലാത്ത ലഹരിയാ. ഒരു 100 കോടി ബാങ്കിലിട്ടാലും കിട്ടാത്തൊരു സുഖമാണ് ഒരു മനുഷ്യന്റെ വിശപ്പ് ഒരു നേരെങ്കിലും മാറ്റി കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം. ആ മനുഷ്യന്റെ മുഖത്തുനിന്ന് വരുന്ന വിശപ്പ് മാറിയിട്ടുള്ളൊരു നോട്ടുണ്ട്. ചിലത് കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയുണ്ട്. അതൊരു വല്ലാത്ത സുഖം. അതൊരു പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ അത് ആസ്വദിക്കുന്ന ഓരോരുത്തർക്കും അറിയാം അല്ലേ? അതാണുള്ള സത്യം. ഏതായാലും ഇൻഷാ അല്ലാഹ് സേവ് മണ്ണാർക്കാട് എന്തൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്? മൂപ്പരാള് ഫോറസ്റ്റിലാണ് ജോലിയില്ലേ? അന്നില്ല എന്താണ് നമ്മുടെ മണ്ണാർക്കാടിന്റെ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്ത് എല്ലാ സ്ഥലത്തും സജീവമായി നമ്മളുണ്ട്. എല്ലാ ആഴ്ചയിലും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നല്ല ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് രോഗികൾക്ക് മാസം തോറും ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഏകദേശം 11 വർഷമായി ആ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു സ്കൂൾ നടത്തുന്നുണ്ട്. നമ്മുടെ മണ്ണാർക്കാടിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ മണ്ണാർക്കാട് റോഡ് പണി വന്നപ്പോഴും കൊറോണ കാലത്ത് ഞങ്ങൾ ഏകദേശം 2500-ൽ പരം കിറ്റുകൾ കുടുംബങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിന്റെ അപ്പുറം തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് സെപ്പറേറ്റ് കിറ്റുകൾ അവരുടെ വീട്ടിലെത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒക്കെ പൊതുവെ ആ പ്രദേശത്തെ നല്ലവരായ സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ചെയ്തു പോരുന്നത്. മണ്ണാർക്കാട്ടെ പ്രമുഖരായ വ്യക്തികൾ ഞങ്ങളുടെ രക്ഷാധികാരികളാണ്. ഡോക്ടർ കമ്മാപ്പ, പഴയരി ഷെരീഫാജി, പുരുഷോത്തമൻ തുടങ്ങിയ സാമൂഹ്യ രംഗത്ത് അറിയപ്പെടുന്ന ഭാവിക്ക, നമ്മളെ ചന്ദന ബാപ്പുട്ടേജ് ഉണ്ട്. ഒരുപാട് നല്ല കാര്യം ചെയ്യണ ഒരു മനുഷ്യനാണ്. ഞാൻ അറിയുന്ന ആളാ. അവരൊക്കെ വലിയ സഹായം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വയനാട് ചൂരൽമല ദുരന്തത്തിന് ശേഷം നമ്മുടെ സംഘടന എന്തെങ്കിലും വയനാടിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയണം എന്നൊരു ആചരണയുടെ പുറത്ത് ഞങ്ങൾ കുറച്ച് ഫണ്ട് കളക്ഷനൊക്കെ നടത്തി. ഒരു വീട് കയറ്റി കൊടുക്കുക, അല്ലെങ്കിൽ സ്കൂൾ പണിയെടുക്കുന്ന സമയത്ത് അതിൽ 1-2 ക്ലാസ് റൂം പണിയെടുത്ത് കൊടുക്കുക എന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ എവിടെ എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളടുത്ത് കുറച്ചൊക്കെ ഫണ്ടും ഉണ്ട്. ഇത് ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾക്ക് സഹായമായി എത്തിക്കണം എന്ന് കണ്ടപ്പോഴാണ് നാസർമാനുഖാന്റെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ഒരു വീഡിയോ കാണുന്നത്. അതനുസരിച്ച് അദ്ദേഹവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തത്. ഞങ്ങളതൊന്ന് കാണാൻ വേണ്ടി വന്നു. ഇപ്പോൾ വന്നപ്പോൾ വളരെ മനസ്സിന്, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മനസ്സിന് വളരെ കുളിർമയേകുന്ന, എന്ത് കാര്യം ചെയ്താലും നമുക്ക് കിട്ടാത്തൊരു തൃപ്തി ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് ഇനിയും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മനസ്സിലുള്ള ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. ഈ 2 മാസം മുന്നിൽ കിട്ടുമ്പോൾ പരമാവധി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഏതായാലും എല്ലാ കുടുംബങ്ങൾക്കും 2 മാസത്തേക്കെങ്കിലും വേണ്ട പലചരക്ക് പച്ചക്കറി സാധനങ്ങൾ ഞങ്ങൾ ആ വീടിരിക്കുന്ന ദിവസം ആ വീടുകളിൽ ഞങ്ങളത് എത്തിച്ചു കൊടുക്കും എന്നുള്ളൊരു ഉറപ്പ് ഈ സമയത്ത് മാനുക്കാനോടും അദ്ദേഹത്തിന്റെ കൂട്ടായി പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമയത്ത് അറിയിക്കുകയാണ്. സർവശക്തനുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന, ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവർക്ക് വേണ്ടി. കാരണം പലരും അത്ര വിഷമത്തോടു കൂടി വീട്ടിൽ അവരനുഭവിക്കുന്ന രോഗങ്ങൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ,
കുടുംബത്തിൽ പലരും മരണപ്പെട്ടു പോയതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പലരും ഞങ്ങളുടെ അടുത്ത് പിന്നെ പൈസ തന്ന് ഞങ്ങളോട് ഇത് അവർ ഏതെങ്കിലും വഴിക്ക് നല്ല വഴിക്ക് ചെലവഴിക്കണം എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടത് നല്ല വഴിക്ക് തന്നെ ആകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പഴയ പിന്നെ ട്യൂട്ടോറിയൽ കോളേജിന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് വയനാട് ദുരന്തമുണ്ടായ സമയത്ത് അവർ പിരിച്ചെടുത്ത കുറച്ച് പൈസയും അവർ പിരിച്ചെടുത്ത കുറച്ച് സാധനങ്ങളും ഞങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായി. വിദ്യാ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ്, ആ കോളേജൊക്കെ ഇപ്പോൾ നിർത്തി, ട്യൂട്ടോറിയൽ കോളേജില്ല. അവര് അത് എടുത്തപ്പോൾ അവർ ആലോചിച്ചത് ഞങ്ങളെ ഏൽപ്പിക്കണം എന്നുള്ള. ഞങ്ങൾ വലിയ ഉത്തരവാദിത്വത്തിലാണ്. കാരണം ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഇതിന്റെ അവകാശികളെ കൈകളിൽ ഇത് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ. അപ്പൊ അത് ഞങ്ങളുടെ മനസ്സിലൊരു എങ്ങനെയാണ് അത് നടപ്പിലാക്കുക എന്നുള്ള വലിയ ഒരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയ്ക്ക് ഇന്നത്തോടു കൂടി ഇവിടെ വിരാമമായി. കാരണം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത്, ഈ സംസാരിക്കുന്നത്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും വളരെ പിന്നെ സന്തോഷത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ മണ്ണാർക്കാട് ദാറുന്നജാത്ത് ഹൈസ്കൂളിലെ 92-93 SSLC ബാച്ച് അവർ കൂടിയ സമയത്തും അവർ പിരിച്ചെടുത്ത തുക ഞങ്ങളെ ഏൽപ്പിച്ചു. തമിഴ്നാട് വില്ലുപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലയാളികളായ വിദ്യാർത്ഥികൾ പിരിച്ചെടുത്ത സംഖ്യ ഞങ്ങളുടെ പദ്ധതിയെ അറിഞ്ഞ് ഞങ്ങളൊക്കെ സഹായിച്ചു. അങ്ങനെ പലരും, ഒരുപാട് ആളുകളുടെ ചെറിയ ചെറിയ സംഭാവനകൾ കൂടിയതാണ് ഞങ്ങളടുത്തുള്ള പൈസ എന്ന് പറയുന്നത്. പരമാവധി ഞങ്ങളത് നല്ല രീതിയിൽ ഇവിടെ വിനിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുക. അത് സ്വന്തമല്ല, നിങ്ങളൊക്കെ നമ്മള് ഫെബ്രുവരിയിൽ ഈ വീടിന്റെ താക്കോൽദാന സമയത്ത് നിങ്ങൾക്കൊക്കെ പടച്ചമ്പരാൻ തന്ന സമ്പത്ത് നിങ്ങളൊക്കെ ഉപയോഗിക്കണം. കാരണം ഈ അർഹതപ്പെട്ട പാവപ്പെട്ട നമ്മുടെ ചൂരൽമല മുണ്ടക്കയം ദുരന്തപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ വീട് താമസ ദിവസം നിങ്ങളാൽ കഴിയുന്ന കട്ടിലെ ബെഡോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ജ്യൂസ് മെഷീന് നമുക്ക് ബഷീർക്കാരനെ ഞങ്ങളെ കോട്ടക്കള്ളെ ബഷീർ കയറ്റിട്ടുണ്ട്. ഇവരെ എല്ലാ വീട്ടിലും അതേമാതിരി ഇവിടെ അച്ചായന്മാരുണ്ട് നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള അവരാ വീട് എല്ലാ വീട്ടിലുള്ള ഓരോ ഫാൻ അവർ ഏറ്റിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരി നിങ്ങൾക്കും ഇൻഷാ അല്ലാഹ് സ്പോൺസർ ചെയ്യുക. ഇവിടെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് 100 വട്ടം ബോധ്യപ്പെട്ട് നിങ്ങൾക്കിത് ഹക്കാണ്, സത്യമാണ്. ഈ കുടുംബങ്ങളെ കൂടെ ഒരുപാട് വേദനിച്ച കുടുംബങ്ങളാണ്. അവർക്ക് ആ വീട് താമസ ദിവസമെങ്കിലും ഒരു സന്തോഷത്തോടെ സമ്മാനം കൊടുക്കാൻ എത്തണം. അല്ലേ ചുറ്റൊക്കെ എന്താ നമ്മളെ സേവം മണ്ണാർക്കാടിന്റെ ഈ ഓഫറിനെ പറ്റി പറയുന്നത്? എന്താ പറയാ, അതൊരു മാതൃകയാണ്. കാരണം ഇപ്പോഴാണ് അവരെ പറ്റി അറിയുന്നത്. അതിൽ പലരും ഉദ്യോഗസ്ഥരും പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സുകാരും എല്ലാവരുമാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു ചിന്ത ഇപ്പോഴൊന്നല്ല, കുറെ മുമ്പേ അവർ പ്രത്യക്ഷത്തിൽ ഈ രംഗത്തുണ്ട്. കാരണം കഴിഞ്ഞ കൊറോണ സമയത്തൊക്കെ നമ്മൾ കേട്ടല്ലോ, ഒരുപാട് പ്രവാസികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു എന്ന് കേട്ടതിൽ വല്ലാത്തൊരു സന്തോഷം. കാരണം പ്രവാസികളെ ആരും അറിയില്ല, പ്രവാസികൾ അവർ ഗൾഫുകാരല്ലേ എന്ന് മനസ്സിലായിക്കൊണ്ട് അങ്ങനത്തെ ആളുകളുടെ അടുത്ത് അത് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മാതൃകയാണ്. ഏതായാലും ഇത്രയും ഇവരുടെ ഈ പ്രവർത്തനത്തിന് ദൈവം അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് കൂടി എല്ലാ പ്രവർത്തനങ്ങളിലും കൂട്ടായ്മയോട് പ്രവർത്തിക്കാനുള്ള മനസ്സും അതിനുള്ള സൗകര്യങ്ങളും അള്ളാഹു തരട്ടെ എന്ന്. ഇന്ന് ഞങ്ങള് നമ്മുടെ മുട്ടിൽ പഞ്ചായത്തില് നമ്മുടെ തൊടുപുഴയുള്ള ഒരു കാരുണ്യ പ്രവർത്തകരുടെ വക വീടിന്റെ പണി തുടങ്ങുന്നുണ്ട്. അതേമാതിരി നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പനമരം മറക്കാൻ കഴിയുന്നില്ല, ഒരു അർഹതപ്പെട്ട കുടുംബത്തിന് മാനുക്ക വീട് ഞങ്ങൾ വെച്ചു കൊടുത്തോളം സ്ഥല സൗകര്യങ്ങൾ ചെയ്തിരുമെന്ന് വെച്ചപ്പോൾ ആ സ്ഥല സൗകര്യങ്ങളും അൽഹംദുലില്ലാ താമരശ്ശേരിയുള്ള ഒരു ഇത്താത്താന്റെ കാരുണ്യത്താലെ ആ ഇത്താത്ത ഞങ്ങളെ വിളിച്ചുകൊണ്ട്, മാനു എന്റെ കുട്ടി അർജന്റായിട്ട് പോയിട്ട് ഇന്റെ ആ സ്ഥലം കാണണം, അതൊരു 3 കുടുംബത്തിന് 15 സെന്റ് സ്ഥലമുണ്ട്, അതെന്റെ കുട്ടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് താമരശ്ശേരിയുള്ള ആ വലിയ മനസ്സിന്റെ ഉടമസ്ഥയായ നമ്മളൊക്കെ ഉമ്മാന്റെ സ്ഥാനത്തുള്ള ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. അതിൽ 2 വീട് നമ്മുടെ കൊല്ലം സാഫി ഒരുപാട് പാട്ടുപാടിക്കാണ് നടക്കുന്നത്. ഇപ്പൊ പാട്ടുപാടിയിട്ട് വീട് നിർമ്മാണമായിട്ടുള്ള ഓടുന്ന നമ്മുടെ കൊല്ലം സാഫിയാണ് 2 വീടുകളിൽ നിർമ്മിക്കുന്നത്. ഒരു വീട് നമ്മുടെ പനമരം പഞ്ചായത്ത് പ്രസിഡന്റ്. ഇങ്ങനെ ആവണം ജനപ്രതിനിധികൾ. ഇതാണ് ജനപ്രതിനിധി. കാരണം ഓരോ വിഷമഘട്ടത്തിലും തന്നാലെ കഴിയുന്നതും നല്ല മനുഷ്യസ്നേഹികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടും പാവപ്പെട്ടവന്റെ വേദനകൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റ്. ഏതായാലും ആ സ്ഥലം തന്ന ആൾക്കും വീട് നിർമ്മിക്കുന്നവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നമ്മള് ഇവർക്ക് നഷ്ടപ്പെട്ടവർക്ക് ഇതൊന്നും പകരം വെക്കാനല്ല, ഇതൊന്നും പകരമല്ല അവർക്ക് എന്നുള്ളത് നമുക്കല്ല. അല്ല, അത് അള്ളാഹ് നമുക്ക് കാണിച്ചു തരാം, തിരുത്താനും ചിന്തിക്കാനും. പക്ഷെ ഇപ്പൊ മാലിക്കപ്പ സൂചിപ്പിച്ച കുറെ പേരുകളുണ്ട്, പേര് പറയാത്ത കുറെ ആളുകളുണ്ട്, ഇനിയും പുറത്ത് ആരൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, അത് ഇവർക്ക് നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കൊടുക്കും. ഈ സ്ഥലം തന്നെ നമുക്ക് എടുത്തുന്നുള്ളത് കുറ്റൂർ അബ്ദുറഹ്മാനെ ചേർന്ന് ബനിയാസ് സ്പേക്കിന്റെ ദുബായിലുള്ള അബുദാബി മുസഫിലുള്ള ബനിയാസിലുള്ള ബനിയാസ് സ്പേക്കിന്റെ ഉടമസ്ഥലത്താണ് 1 ഏക്കർ 60 സെന്റ്.
അങ്ങനെ കുറെ ഇപ്പോൾ കൊല്ലത്തുള്ള അൻസാരിക്ക് ഒരേക്കർ 30 സെന്റ് തന്നു. മമ്മൂട്ടി മാഷ് പറഞ്ഞ ആള് 40 സെന്റ് തന്നു. അങ്ങനെ കുറെ മനുഷ്യര് നമ്മൾ വില കൊടുത്ത് പഠിച്ച് സ്വന്തമല്ല, സൗജന്യമായിട്ട് തരാൻ മനസ്സ് കാണിച്ച പടച്ചോൻ തന്ന സമ്പത്ത് അത് എന്റെ ഇതല്ല, ഇതിനെനിക്ക് അവകാശമില്ല. ഞാൻ എന്റെ കണ്ണടഞ്ഞാല് ഇതിന് അവകാശികൾ മാറി വരും. പക്ഷെ എന്റെ അവകാശം മുതല് ഞാൻ ശരിക്കുള്ള അർഹതപ്പെട്ടവന്റെ എത്തിക്കണം എന്നുള്ള നെയ്യത്തുള്ള മനുഷ്യര് ഒരു ദിവസം ഉറങ്ങി നേരം വെളുക്കുന്നത് കാണാൻ കഴിയാത്ത എത്രയോ മനുഷ്യര് ഇനിയും തന്റെ ഒറ്റവരെയും കുടുംബക്കാരെയും തിരിച്ചു കിട്ടാൻ കഴിയാതെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർ എത്രയോ പേരുണ്ട്, എത്രയോ ആളുകളുണ്ട്, നൂറുകണക്കിന് ആളുകളുണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ ഈ ഒരു സഹായം എത്തിക്കുക എന്നുള്ളത് ഇത്തരം ആളുകൾ, നേരത്തെ സൂചിപ്പിച്ച ആളുകളൊക്കെ ചെയ്യുന്നത് അവര് നമ്മുടെ നാട്ടില് കൊടിയുടെ നിറം നോക്കിയിട്ടോ അല്ലെങ്കിൽ ജാതി ഏതാണോ മതം ഏതാണോ ഒന്നും നോക്കിയിട്ടല്ല. ഈ വീടുകളിൽ ആരൊക്കെ വന്ന് താമസിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കും, ഇവിടുത്തെ ലോക്കൽ ബോഡി തീരുമാനിക്കുന്നവർക്കാണ് ഈ വീടുകൾ കിട്ടുക. അവിടെ ആരും മതത്തിന്റെ നിറം നോക്കിയിട്ടല്ല. ഇത് കേരളത്തിന്റെ ഒരു ഉദാത്ത മാതൃകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണോ കൊലവിളി നടക്കുന്നത്, അത്തരം ആളുകൾക്ക് ഇതൊരു അടയാളപ്പെടുത്തലാണ്. അവരുടെ മനസ്സിലേക്കാണ് ഇത് ചെല്ലേണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സേവനെ സംബന്ധിച്ചിടത്തോളം സേവിന്റെ ഏറ്റവും വലിയ രക്തബാങ്കാണ്. വർഷങ്ങളായിട്ട് BDK ആയിട്ട് സഹകരിച്ചിട്ട് നല്ലൊരു ഇത് നടത്തും. നമ്മളെ BDK ചെയർമാൻ ഉണ്ടല്ലോ മുജീബ് ഖാൻ, എറണാകുളം. മുജീബ് ഖാണ് 20 വീട് പോലെ ജില്ലാ മാലിന്യ കൂട്ടായ്മയാണ് 20 വീട് നമുക്ക് അപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ടത്. സേവ എല്ലാ മേഖലകളിലും അതിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രവർത്തനം കൂടി വലിയൊരു കാര്യമാണ്. കാരണം ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണ് രക്തം കൊടുക്കുക അല്ലേ. ഇതില്ല പറയും സാറ് പറയണേ. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ചൂരൽമലയിലെ മുണ്ടക്കയിലൊക്കെ വീടും ജീവനും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരുടെ പുനരധിവാസം, എനിക്ക് തോന്നുന്നു മറ്റുള്ള ഏജൻസികളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല തടസ്സങ്ങൾ നിൽക്കുമ്പോഴും ഇതിന്റെ പ്രൊജക്ട് ഏകദേശം 75% പൂർത്തീകരിച്ചു. ഇതിന്റെ താക്കോൽദാനത്തിന്റെ ഡേറ്റ് അടക്കം അതിന് ഫെബ്രുവരി 27 ഡേറ്റ് അടക്കം നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വളരെ രീതിയിൽ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു പാക്കേജ് ഇതുപോലെ വേഗത്തിൽ നടക്കുന്ന വേറെ പ്രൊജക്ട് ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. എന്തായാലും അതിൽ മുൻകൈ എടുത്ത നാസർ മാനിക്കാൻ അല്ല, ഇതിനൊക്കെ നമ്മളെ പോലെയുള്ള കുറെ നല്ല മനുഷ്യരെ മനസ്സറിഞ്ഞുള്ള സഹായം അവരൊക്കെ രണ്ടും കൽപ്പിച്ചിട്ട് ഓടി വന്ന് മനസ്സേവേ നിങ്ങൾ സ്ഥല സൗകര്യം ചെയ്തു തരേണ്ടി വീട് ഞങ്ങൾ നിർമ്മാണം, ആ ഒരു മനസ്സാണ് ഇതിന് ഇത്രയും വളർന്ന്. ഇത് പിന്നെ നമ്മള് ഏട്ടന്റെ മോന്റെ കല്യാണം കുറച്ച് കണ്ട ഒരു 3 വീട് എന്നുള്ള ഓഫർ ചെയ്യുന്നത്. പക്ഷെ അത് 3 വീടല്ല 30 അല്ല എത്രയോ പടച്ചവനെ എത്തിച്ചു. കാരണങ്ങള് അത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ സഹായങ്ങൾ വരുന്ന സമയത്ത് അത് കൃത്യമായി അത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരാൾ ആണ് നാസർ മാനിക്ക എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ അത് വളരെ അധികം പൂർത്തീകരിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിന്റെ ഒരു ഭാഗമാകാൻ സേവ് മണ്ണാർക്കാട് അതിന് കഴിയുന്ന ഒരു ചെറിയ ഒരു എളിയ പങ്ക് ഞങ്ങൾക്കും വഹിക്കാൻ കഴിഞ്ഞതിൽ വളരെ അതിയായ സന്തോഷത്തിലാണ് സേവിന്റെ പ്രവർത്തകർ. ഞങ്ങൾ ഇവിടെ കുറച്ചു പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ വരാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഇതിന് പിന്നിൽ വളരെ സന്തോഷത്തിലാണ്. ഇതിന് ഒരു അവസരം തന്ന മാനിക്കയോട് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നന്ദി പറയാനുണ്ട്. അല്ല, ഇതൊക്കെ നല്ല മനുഷ്യരെ പഠിച്ചവനെ ഒരുമിപ്പിക്കുന്ന ഇതാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഇനി സാറിന് 2 വാക്ക് പറയും. ഞാൻ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ റിട്ടയറായ സമയത്ത് എൻ്റെ ലീഷർ ടൈം വെറുതെ കളയണ്ട എന്ന ഉദ്ദേശത്തോടു കൂടി മണ്ണാർക്കാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്ന സേവ് മണ്ണാർക്കാടുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒരു അവസാനത്തെ ഇപ്പോഴത്തെ ആ യാത്രയുടെ മധ്യത്തിലാണ് ഇപ്പോൾ എൻ്റെ പഴയ സുഹൃത്തായിട്ടുള്ള നാസർ മാനുവിൻ്റെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഞാനും തമ്മിൽ ഒരു 10 വർഷം മുമ്പുള്ള പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയതാണ്, എന്നെ സൽക്കരിച്ചതാണ്. എന്നെ മാത്രമല്ല എൻ്റെ ഡ്രൈവർക്കും എൻ്റെ കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ഒരു ഉപഹാരമൊക്കെ തന്ന് സഹകരിച്ച അന്നത്തെ എൻ്റെ ഒരു സുഹൃത്താണ് ഈ നാസർ മാനു. അതേതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് എല്ലാവരും കേരളത്തിന് പുറത്തും ഉള്ള മലയാളികളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള നാസർ മാനുവിനോട് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഈ സേവ് മണ്ണാർക്കാടിലൂടെ എനിക്കും അതിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള ഈ വനിതകളുടെ കണ്ണീര് എങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റും, അവർക്ക് എങ്ങനെയൊക്കെ നമുക്ക് എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് റിസർച്ച് നടത്തുമ്പോഴൊക്കെ വിവിധ മേഖലകളിൽ നമ്മൾ എത്തുന്നു. അതിൽ ഏതാണ്ട് ഇപ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത്. അതിൽ മാനുവിൻ്റെ കൂടെ ഒരു
ചെറിയ പ്രവർത്തകനായി ചേരാൻ കഴിഞ്ഞതിൽ ഒരു സേവ് മണ്ണാർക്കാടിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്കുള്ള അതിയായ ചാരിതാർത്ഥ്യം അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക്സ്. റസൂഖ, ഈ മനസ്സുകൾ നമ്മുടെ പ്രദേശത്തുള്ള തന്നെയാണ് നമ്മുടെ ഒക്കെ നിലനിൽപ്പിന്റെ ആധാരം. എപ്പോഴും സഹജീവികളോട് കാരുണ്യം കാണിക്കുക, അവരോടൊരു അല്പം പുഞ്ചിരിപ്പം മാർക്കൊരു വാക്ക് പറഞ്ഞേ പുഞ്ചിരിയിലൊരു കണ്ണീരുണ്ടെന്ന്, അതിന് വലിയ മഹത്വമുണ്ട്. അത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതിനാണ്. മനസ്സുകളൊക്കെ ഉള്ളിടത്തോളം കാലം എല്ലാവരും അഭയം ഉണ്ടായിരിക്കും, നിലനിൽക്കട്ടെ. പിന്നെ എല്ലാവരും വിഷയത്തിൽ ഇനി വലിയ ഉത്തരവാദിത്തങ്ങളായിട്ട് ഇതൊക്കെ ഏറ്റെടുക്കാനുള്ള മനസ്സ് നമ്മളുണ്ടാവുക. അതുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനസ്സിനെ മനനം ചെയ്ത് മനോഹരമാക്കിയാണല്ലോ മനുഷ്യനത് കഴിയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. മനുഷ്യന്റെ ഉത്തരവാദിത്വം തന്നെയാണ് ഇതൊക്കെ എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പറഞ്ഞോ എന്നാ വരി. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളിഞ്ഞ് നേരെ പനമരത്തേക്കുള്ള യാത്രക്ക് ഒരുങ്ങാണ്. അവിടെ ആ സ്ഥലം JCB ആയിട്ട് സെറ്റ് ചെയ്ത് കണ്ട് പണി തുടങ്ങണം ഇൻഷാ അല്ലാഹ്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ് നമുക്ക്. ഇതിപ്പോ നമ്മളെ എന്താണ് നാദാപുരത്തുള്ള മഹ്മൂദ് ഖാൻ എന്ന് പറഞ്ഞ മനുഷ്യസ്നേഹമുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് ഈ വീട്. അത്രയും സ്നേഹമാണ് മഹ്മൂദ് ഖാന്റെ വാക്കുകൾ. മാനോ പൈസ റെഡിയാണ്, എൻ്റെ കുട്ടി ആ വീട് പണി വേഗം പൂർത്തീകരിച്ചുകൊണ്ട് ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കണം. അതിന് ഞങ്ങളടുത്ത് റെഡിയായി പൈസ ഉണ്ട്, നീ പെട്ടെന്ന് ആ പണി പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള വാക്ക് തരുന്ന ഒരു വലിയ മനുഷ്യസ്നേഹമാണ് നാദാപുരത്തുള്ള മഹ്മൂദ് ഖാൻ. മറക്കാൻ കഴിയില്ല മനുഷ്യന്റെ വാക്കുകൾ. ഇങ്ങനെ അള്ളാഹ് സമ്പത്ത് കൊടുക്കണ ആൾക്കാർക്കൊക്കെ പഠിച്ച ആയുസ്സും ആരോഗ്യം സമ്പത്തും കൊടുക്കട്ടെ. ഇങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കുന്നവർക്ക് കെട്ടിപ്പിടിച്ച് കിടന്നാണ്ട് ആർക്കും ഉപകാരമില്ലാതെ ഒരുപാട് കാശായിട്ട് ഞാൻ വലിയ സമ്പന്ന കോടീശ്വരനാ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നിട്ട് അവസാനം ആർക്കും ഉപകാരമില്ലാതെ ഇവിടെ തിരിച്ചു പോവുകയും ചെയ്യും. മക്കൾ അതായിട്ട് തല്ലും കേസും കൂടിയിട്ട് കണ്ടാൽ പോലും ഉണ്ടാതെ നടക്കുന്ന അവസ്ഥ. ഇതിൽ പടച്ചവൻ കനിഞ്ഞ് തന്നിക്കണ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം. എൻ്റെ മൊബൈലിലേക്ക് ചാടാൻ ഞാൻ മതി. ഇതെന്താ വെള്ളം ഇഷ്ടംപോലെ ഫുള്ള് ഇതിട്ട്. അതിൽ 2 കിണറാണ്. ഇതിൽ നമ്മളെ തമിഴ്നാട് മനുഷ്യസ്നേഹമുള്ള നമ്മുടെ അണ്ണന്മാരെ വകയാണ്. ഇതിൽ 15 വീട് അവരാണ്. 1000 സ്ക്വയർ ഫീറ്റാണ് ഓരോ വീടുകൾ. ഇതിന് നടുവ് കൂടി റോഡിട്ടൊക്കെയാണ്. ആ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് അവർ ചെയ്തു തരുന്ന ഈ പുണ്യം നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മളെ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട മുണ്ടക്കയക്കാർക്കുള്ള വീട് സജീവമായിട്ട് പണി തുടങ്ങുകയാണ്. ഇവിടെ മൊത്തം 28ഉം 15ഉമാണ് ഇവിടെ വരേണ്ടത്. നല്ല സൗകര്യത്തോടെയാണ് അവരെന്നെ. ഏതായാലും ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന ഇതൊക്കെ വേഗം പൂർത്തീകരിച്ച് തരട്ടെ. ഒരുപാട് നല്ല മനുഷ്യസ്നേഹികൾ ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് സഹായിക്കാൻ വന്ന മനുഷ്യരുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഇതിൽ ഓടാനും ഇനി കുറച്ചും കൂടി സ്ഥലം ഞങ്ങൾക്ക് എടുക്കണം. കാരണം പീസ് വാലി ഫൗണ്ടേഷന്റെയും കെയർ ഹോമിന്റെയും ഒക്കെ പഠന മഹല്ല കമ്മിറ്റിന്റെ ഒക്കെ വീട് നിർമ്മാണം കാത്തു നിൽക്കുകയാണ്. അവര് ഫണ്ട് അവരെ കയ്യിലുണ്ട്, പക്ഷെ സ്ഥലം കിട്ടാത്തതിന്റെ മുകളിലാണ്. അപ്പൊ കുറച്ചും പാടെ സ്ഥലം ഇൻഷാ അല്ലാഹ് 2 ഏക്കറും പാടെ കിട്ടിയാൽ രക്ഷപ്പെട്ടു. നമ്മളെ ചുരൽമലയുള്ള കുറച്ച് കുടുംബങ്ങളെയും പാടെ നമുക്ക് സഹായിക്കാൻ കഴിയും. അവരെ ചേർത്ത് പിടിച്ചങ്ങനെ സാധിക്കും. ആരെങ്കിലും ഈ ഭാഗത്തൊക്കെ ഉള്ള നല്ല മനസ്സുള്ളവരുണ്ടെങ്കിൽ പകുതി കാശ് നമ്മൾ തരാം. പകുതി കാശ് നിങ്ങൾ ഫ്രീ ആയിട്ടും 2 ഏക്കറുടെ സ്ഥലത്തിന്റെ അതൊക്കെ തരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെന്ന 2 കാര്യം. നിങ്ങൾ കുറച്ച് കാശും കിട്ടും. നിങ്ങളാണെങ്കിലോ പാവങ്ങൾക്ക് നിങ്ങളെ കൈകൊണ്ട് തന്നെ ആധാരങ്ങൾ ഓരോരുത്തർക്കും രജിസ്റ്റർ ചെയ്ത് നിങ്ങളെ കൈകൊണ്ട് കൊടുത്താൽ മതി. ഓരോ കുടുംബത്തിനുള്ള അങ്ങനെയുള്ളവരുണ്ടെങ്കിലും നമ്മളോട് സമീപിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മളത് എത്രയും പെട്ടെന്ന് വർക്ക് തുടങ്ങും. ഇന്ന് സ്ഥലം കിട്ടിയാൽ നാളെ നമുക്ക് സ്റ്റാർട്ടാക്കാം. അത്രയും അർജന്റാണ്. കാരണം ആ കുടുംബങ്ങളൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കിപ്പോൾ എന്തുകൊണ്ടും സപ്പോർട്ടാണ് ഇതൊക്കെ വിജയിച്ചിട്ടുള്ളത്. പഠിച്ചവൻ നമ്മളങ്ങനെ പഠിച്ചവനെ പണിക്കാരനായിട്ട് ഓടിച്ചാണ്. അത് നല്ല നല്ല കാര്യങ്ങളിൽ എവിടെ എത്തുമ്പോൾ അത് നമ്മൾ 10 വിചാരിക്കുമ്പോൾ അത് 100 പഠിച്ചവരാൻ നമ്മളെ വിജയിപ്പിച്ചു തരാണ്. അതിനൊക്കെ കുറേ നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരെ കൂടെ ചേർത്ത് തരുന്നുണ്ട്. അല്ലാഹ് അൽഹംദുലില്ലാഹ്. ആയിക്കോട്ടെ എന്നാൽ ഇൻഷാ അല്ലാഹ്.